എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള ഭാഗം 4. ജോനാഥൻ്റെ കാമുകി മീന മുറയ്ക്ക് ജോനാഥൻ്റെ ഒരു കത്ത് ലഭിക്കുന്നു. ട്രാൻസിൽവാനിയയിൽ നിന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞു എന്നായിരുന്നു അതിലെഴുതിയിരുന്നത്. ഒരു സ്കൂളിൻ്റെ അസിസ്റ്റൻറ്റ് ഹെഡ് മിസ്ട്രസ്സായ മീന മുറെ ജോനാഥനുമായുള്ള വിവാഹശേഷം അവനെ അവൻ്റെ ജോലികളിൽ സഹായിക്കാം എന്ന തീരുമാനത്തിലാണ്. അതിനുള്ള പ്രാരംഭമായി അവൾ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും പഠിക്കുന്നുണ്ട്. അവളുടെ ഉറ്റ ചങ്ങാതിയാണ് ലൂസി വെസ്റ്റൻഡ. ലൂസിയും വിവാഹാലോചനകളിലും വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകളിലുമാണ്. അവൾക്ക് വന്ന വിവാഹാലോചനകളൊന്ന് ലണ്ടനിലെ ഒരു ഭ്രാന്താശുപത്രിയുടെ ഡയറക്ടറായ ജോൺ സിവാർഡിൻ്റേതും മറ്റൊന്ന് പണക്കാരനും അമേരിക്കൻ പൗരനുമായ ക്വിൻസി മോറിസിൻ്റേതുമാണ്. എന്നാൽ അവൾക്കിഷ്ടപ്പെട്ടത് ആർതർ ഹോംവുഡ് എന്നു പേരായ ഒരു ചെറുപ്പക്കാരൻ്റെ ആലോചനയാണ്. ഡോക്ടർ ജോൺ സെവാർഡിൻ്റെ ഡയറി. മെയ് 25. അസ്വസ്ഥത നിറഞ്ഞ ദിവസം. ഒട്ടും വിശപ്പ് തോന്നിയില്ല. ഇന്നലത്തെ മോഹഭംഗത്തിന് ശേഷം ആകെയൊരു ശൂന്യത, ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നൽ. തുടർച്ചയായി ജോലി ചെയ്താൽ ഒരുപക്ഷെ ഈ രോഗം ഭേദമായേക്കും. ഞാൻ രോഗികളുടെ അടുത്തേക്ക് പോയി. ഒരു പ്രത്യേക രോഗി എൻ്റെ ജിജ്ഞാസ ഉണർത്തുന്നു. അയാളൊരു ഭ്രാന്തനാണ്. പേര് റെൻഫീൽഡ്. 51 വയസ്സ് കാണും. കരുത്തും ആത്മവിശ്വാസവും അയാൾക്ക് വേണ്ടുവോളമുണ്ട്. ജൂൺ 5. റെൻഫീൽഡിനെ പഠിക്കുക രസകരമാണ്. നിരവധി പ്രത്യേകതകൾ അയാളുടെ സ്വഭാവത്തിലുണ്ട്. ചില നിഗൂഢതകൾ അയാളെ ആവരണം ചെയ്തിരിക്കുന്നു. വ്യക്തമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അയാൾക്ക് എന്തൊക്കെയോ ചില ഉദ്ദേശങ്ങളുണ്ട്. ഈച്ചകളെ ശേഖരിക്കുകയാണ് അയാളുടെ ഹോബി. ഈച്ചകളെ കൊണ്ട് അവിടെ നിറഞ്ഞപ്പോൾ അവയെ എടുത്ത് പുറത്തു കളയാൻ ഞാൻ ആവശ്യപ്പെട്ടു. തികഞ്ഞ ശാന്തതയോടെ അയാൾ അത് സമ്മതിച്ചു. ജൂൺ 18. ഇപ്പോൾ റെൻഫീൽഡ് ശേഖരിക്കുന്നത് എട്ടുകാലികളെയാണ്. ഒരു പെട്ടിയിൽ വളരെയേറെ എട്ടുകാലികളെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഈച്ചകളെ എട്ടുകാലികൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയാണ്. ജൂലൈ 1. എട്ടുകാലികളുടെ വലിയൊരു ശേഖരം തന്നെ ഇപ്പോൾ അയാൾക്കുണ്ട്. അവയൊക്കെ പുറത്തു കളയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അയാൾ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. എല്ലാം ഇപ്പോൾ തന്നെ കളയണമെന്നില്ലെന്നും കുറേശ്ശെയായി അവയെ പുറത്തുവിട്ടാൽ മതിയെന്നും ഞാൻ പറഞ്ഞതോടെ അയാൾക്ക് സന്തോഷമായി. അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അവിടെ പറന്നു നടന്ന ഒരു ഈച്ചയെ പിടിച്ച് അയാൾ വിഴുങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നി. ഞാൻ അയാളെ ശകാരിച്ചു. പക്ഷേ ഈച്ചകളെ തിന്നുന്നത് നല്ലതാണെന്നായിരുന്നു അയാളുടെ വാദം. എവിടെ നിന്നോ അയാൾക്കൊരു കുരുവിയെ കിട്ടിയിരിക്കുന്നു. അതിനെ കുറേയൊക്കെ ഇണക്കുകയും ചെയ്തിട്ടുണ്ട്. എട്ടുകാലികളെ കുരുവിക്ക് ഭക്ഷിക്കാൻ കൊടുക്കും. ഈച്ചകളാണ് എട്ടുകാലികളുടെ ഭക്ഷണം. ഞാൻ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അയാൾ ദയനീയമായ ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചു. അയാൾക്കൊരു പൂച്ചക്കുട്ടിയെ വേണം. പൂച്ചക്കുട്ടിയെ അല്ല, ഒരു വലിയ പൂച്ചയെ തന്നെ ആയാലോ? ഞാൻ ചോദിച്ചു. തീർച്ചയായും. വലിയ പൂച്ചയെ തരില്ലെന്ന് കരുതിയാണ് പൂച്ചക്കുട്ടിയെ ചോദിച്ചത്. എനിക്ക് ഒരു വലിയ പൂച്ചയെയാണ് ആവശ്യം. ജൂലൈ 20. ഞാൻ റെൻഫീൽഡിൻ്റെ മുറിയിലേക്ക് പോയി. ഈച്ചയെ പിടിക്കാൻ ജനൽപ്പടിയിൽ പഞ്ചസാര തൂവുകയായിരുന്നു അയാൾ. കുരുവികൾ എവിടെ? ഞാൻ ചോദിച്ചു. അവയൊക്കെ പറന്നുപോയല്ലോ, അയാൾ മറുപടി പറഞ്ഞു. പക്ഷേ കുരുവികളുടെ തൂവലും ചോരത്തുള്ളികളും അയാൾക്ക് ചുറ്റും ഞാൻ കണ്ടു. അന്ന് 11 മണിയോടുകൂടി അയാൾ കുറേയേറെ തൂവലുകൾ ഛർദ്ദിച്ചതായി കാവൽക്കാരൻ അറിയിച്ചു. വൈകിട്ട് ഞാൻ അയാൾക്ക് ഉറക്കമരുന്ന് കൊടുത്തു. അയാളുടെ നോട്ട് പുസ്തകം ഞാൻ എടുത്തുകൊണ്ടുവന്നു. ഞാനത് പരിശോധിച്ചു. എനിക്ക് അത്ഭുതം തോന്നി. കഴിയുന്നത്ര ജന്തുക്കളെ അകത്താക്കാനാണ് അയാളുടെ പദ്ധതി. എന്തായാലും അയാളുടെ നടപടികൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഞാൻ നിശ്ചയിച്ചു. ലൂസിയും ഒന്നിച്ച് മീന ഇംഗ്ലണ്ടിൻ്റെ വടക്കുകിഴക്കൻ കടൽത്തീര നഗരമായ വിറ്റ്ബി സന്ദർശിക്കുന്നു. വളരെ പ്രകൃതിരമണീയമായ ആ നഗരത്തിലെ നശിച്ചു കിടക്കുന്ന പഴയ പള്ളിയും സെമിത്തേരിയും ഭൂതപ്രേതാദികളുടെ വാസസ്ഥലം എന്ന പേരിൽ കുപ്രസിദ്ധമാണ്. ഇരുവരുമായി സംഭാഷണത്തിലേർപ്പെടുന്ന
ആ നാട്ടുകാരനായ വയസ്സൻ മിസ്റ്റർ സ്വാലസ് നഗരത്തെപ്പറ്റി പ്രചാരത്തിലുള്ള നിരവധി കഥകൾ പറയുന്നുണ്ടെങ്കിലും ഭൂതപ്രേതാദികളെക്കുറിച്ചുള്ള കഥകളെ പുച്ഛിച്ചു തള്ളുന്നു. എന്നാലും ആ സെമിത്തേരിയിലെ കല്ലറകളിൽ പലതും കടലിൽ മരണമടഞ്ഞ നാവികരുടെയും മറ്റുമാകയാൽ അവയിൽ പലതും ശൂന്യമാണെന്ന് അയാൾ പറയുന്നു. ലൂസി തൻ്റെ സംസാരത്തിനിടെ അവളുടെ വിവാഹ ഒരുക്കങ്ങളെപ്പറ്റി വിവരിക്കുമ്പോൾ കഴിഞ്ഞ 1 മാസക്കാലമായി തൻ്റെ കാമുകൻ ജോനാഥനെപ്പറ്റി വിവരങ്ങളൊന്നും അറിയാത്തതിൻ്റെ സങ്കടത്തിലാണ് മീന. മീനയ്ക്ക് ആശങ്കപ്പെടുവാൻ ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ തലപൊക്കുകയാണ്. ഒന്നാമതായി അവളുടെ കാമുകൻ ജോനാഥൻ ഹാർക്കറെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞിട്ടു തന്നെ മാസങ്ങളായിരിക്കുന്നു. ഈയിടെ ലൂസി കാരണങ്ങളൊന്നുമില്ലാതെ രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവൾ ആരോഗ്യവതിയാണെങ്കിൽ പോലും അല്പം വിളർച്ച കാണിക്കുന്നുമുണ്ട്. കാരണം എന്തെന്ന് മീനയ്ക്ക് മനസ്സിലാവുന്നുമില്ല. ഒരു ദിവസം സായാഹ്ന സവാരിക്ക് ഇറങ്ങുന്ന മീന വഴിയിൽ വെച്ച് വയസ്സൻ സൊലാസിനെ കണ്ടുമുട്ടുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെ കടലിൽ തെല്ലകലെ ഒരു കപ്പൽ കാണാമായിരുന്നു. കാറ്റ് അതിനെ വട്ടം കറക്കിക്കൊണ്ടിരുന്നു. അതേതു കപ്പലാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് പോലും മനസ്സിലായില്ല. കാറ്റുപായ വിടർത്തി ആ വിദേശക്കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അന്തരീക്ഷത്തിൽ പൊടുന്നനെയുള്ള മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. ചിലപ്പോൾ തികഞ്ഞ ശാന്തത, മറ്റു ചിലപ്പോൾ കൊടുങ്കാറ്റിൻ്റെ നഗ്നതാണ്ഡവം. മൂടൽമഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. തിരമാലകൾ മല പോലെ ഉയർന്നു. ഈ കൊടുങ്കാറ്റിനിടയിലും കാറ്റുപായയുടെ സഹായത്തോടെ ആ കപ്പൽ സഞ്ചരിക്കുന്നത് സെർച്ച് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കണ്ടവർ അത്ഭുതപ്പെട്ടുപോയി. ഒടുവിൽ പായ വലിച്ചു കെട്ടിയ നിലയിൽ തന്നെ ആളുകളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ആ കപ്പൽ കരയ്ക്കണഞ്ഞു. കപ്പലിനുള്ളിൽ ജീവനക്കാരെ ആരെയും കണ്ടെത്തുവാനായില്ല. ഒരു കുരിശ് മാറോട് ചേർത്ത് പിടിച്ച് മരണപ്പെട്ടു കഴിഞ്ഞ നിലയിൽ കാണപ്പെട്ട കപ്പിത്താനെ കപ്പലിൻ്റെ നിയന്ത്രണവീലിൽ ഒരു കയറുകൊണ്ട് കെട്ടിയിടപ്പെട്ട നിലയിലായിരുന്നു. കപ്പൽ തീരമണഞ്ഞതേ കപ്പലിൽ നിന്നും പുറത്തു ചാടിയ അസാധാരണ വലിപ്പമുള്ള ഒരു ചെന്നായ നഗരപ്രാന്തത്തിലെ വനത്തിനുള്ളിൽ എവിടേക്കോ ഓടിമറഞ്ഞു. കപ്പലിൽ ചരക്കുകൾ എന്ന് പറയുവാൻ ഏതാണ്ട് 50ഓളം മരം കൊണ്ട് നിർമ്മിച്ച പെട്ടികളായിരുന്നു. അവ വിറ്റ്ബിയിലെ സോളിസിറ്റർ ജനറലിൻ്റെ ചുമതലയിൽ കരക്കിറക്കി സൂക്ഷിച്ചു. കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെ ലോഗ്ബുക്കിൽ നിന്നും അവിശ്വസനീയമായ ചില വിവരങ്ങൾ മനസ്സിലാക്കുവാനായി. റഷ്യൻ തുറമുഖമായ വാർണയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചതായിരുന്നു കപ്പൽ. ആദ്യത്തെ 10 ദിവസങ്ങളോളം യാത്ര സുഖകരമായിരുന്നു. അതിനുശേഷമാണ് തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ ജോലിക്കാരിലൊരാളെ കാണാതാവുന്നത്. വേറൊരു ജോലിക്കാരൻ കപ്പലിൻ്റെ ഡെക്കിൽ മെലിഞ്ഞ് ആജാനുബാഹുവായ ഒരാളെ കാണുന്നു. അയാൾ കപ്പലിൻ്റെ ക്രൂവിൽ പെടുന്നവനല്ലെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് കപ്പലിനകം മുഴുവൻ അരിച്ചുപെറുക്കി നോക്കിയിട്ടും അങ്ങനെയൊരാളെ കണ്ടെത്താനായില്ല. എന്നിരുന്നാലും 1-2 ദിവസം കൂടുമ്പോൾ ക്രൂ മെമ്പേഴ്സിൽ ഓരോരുത്തരെയായി കാണാതാവുന്നത് തുടർന്നുകൊണ്ടിരുന്നു. ജോലിക്കാർക്കിടയിൽ ഭയം ചൂഴ്ന്നു നിന്നു. ഇംഗ്ലണ്ടിൻ്റെ തീരം അടുത്തപ്പോഴേക്കും ക്രൂ മെമ്പേഴ്സായി 4 പേർ മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് തുറമുഖത്തേക്കുള്ള അവരുടെ യാത്ര അസാധ്യമാക്കിക്കൊണ്ട് മൂടൽമഞ്ഞ് അവരുടെ കപ്പലിനെ പൊതിഞ്ഞത്. മൂടൽമഞ്ഞു നീങ്ങിയപ്പോഴേക്കും കപ്പൽ ജോലിക്കാരിൽ 2 പേരെ കൂടി നഷ്ടമായി കഴിഞ്ഞിരുന്നു. ഏതു ഭൂതമാണെങ്കിലും അതിനെയൊന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ എന്നലറിക്കൊണ്ട് കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് ഓടിച്ചെന്ന ഫസ്റ്റ് ഓഫീസർ തിരിച്ചോടി വന്ന് ഒരു ഭ്രാന്തനെ പോലെ കടലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. അവസാനം കപ്പലിലൊറ്റയ്ക്കായ ക്യാപ്റ്റൻ അവൻ്റെ കുരിശുരൂപവുമായി സ്വയം കപ്പലിൻ്റെ ചക്രവുമായി ബന്ധിക്കുകയായിരുന്നു. തൻ്റെ അവസാന ശ്വാസം വരെ കപ്പലിനോടൊപ്പമായിരിക്കുവാൻ. ലൂസിയെപ്പറ്റിയും ജോനാഥനെപ്പറ്റിയുമുള്ള ആശങ്കകളിലാണ് മീന. ലൂസിയുടെ സ്വപ്നാടനം പഴയതിലും കൂടുതലായിട്ടുണ്ട്. കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെ ശവസംസ്കാര ദിവസം ലൂസി കൂടുതൽ അസ്വസ്ഥയായിരുന്നു. വിറ്റ്ബിയിലെ അവരുടെ പരിചയക്കാരനായ വയസ്സൻ സ്വാലസിനെ കഴുത്തൊടിഞ്ഞു മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഭീതിപ്പെടുത്തുന്നതെന്തോ കണ്ടതുപോലൊരു മുഖഭാവമായിരുന്നു മരിച്ചുകിടന്ന മിസ്റ്റർ സ്വാലസിന്. മീനയുടെ ഡയറിയിൽ നിന്ന് ആഗസ്റ്റ് 11 രാത്രി 3 മണി. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല.
അത്രയ്ക്ക് ഭയങ്കരമായ സംഭവങ്ങൾക്കാണ് ഞാൻ സാക്ഷ്യം വഹിച്ചത്. ഡയറിയിൽ ചില കാര്യങ്ങൾ കുറിച്ചു വച്ചിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. എത്ര നേരം കഴിഞ്ഞെന്നറിഞ്ഞില്ല. ഞാൻ ഞെട്ടിയുണർന്നു. മുറിയിൽ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നു. ലൂസിയുടെ കിടക്ക എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. തപ്പിത്തടഞ്ഞ് അത് കണ്ടുപിടിച്ചു. ലൂസി കിടക്കയിൽ ഉണ്ടായിരുന്നില്ല. കതക് പൂട്ടിയിരുന്നുമില്ല. പുറത്തോട്ടുള്ള വാതിൽ പൂട്ടിയിടുകയാണ് പതിവ്. ഞാൻ ഹാളിൽ ചെന്ന് നോക്കി. കതകിൻ്റെ ഒരു പാളി തുറന്നു കിടക്കുന്നു. അപ്പോൾ ലൂസി സ്വപ്നത്തിൽ എഴുന്നേറ്റ് നടന്ന് പുറത്തേക്ക് പോയി എന്നെനിക്ക് തീർച്ചയായി. നല്ല തണുപ്പുണ്ടായിരുന്നു. തടിച്ച ഒരു ഷാൾ പുതച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് കുതിച്ചു. ലൂസിയെ പ്രതീക്ഷിക്കാവുന്ന സ്ഥലത്തെല്ലാം ഞാൻ നോക്കി. അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പള്ളിവളപ്പിലുണ്ടാവും. ഞാൻ അങ്ങോട്ടോടി. എൻ്റെ ഊഹം തെറ്റിയില്ല. അകലെ ലൂസിയുടെ വസ്ത്രത്തിൻ്റെ നിഴൽ അവ്യക്തമായി ഞാൻ കണ്ടു. ആ വെളുത്ത രൂപത്തിന് പിന്നിൽ കറുത്ത എന്തോ ഒന്ന് കുനിഞ്ഞു നിൽപ്പുണ്ടെന്ന് ഞാൻ സംശയിച്ചു. മേഘം ചന്ദ്രനെ മറച്ചതിനാൽ എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. പട്ടണം ഗാഠനിദ്രയിൽ ലയിച്ചിരിക്കുകയാണ്. ഒരൊറ്റ മനുഷ്യജീവി പോലും പുറത്തില്ല. ശക്തി മുഴുവൻ സംഭരിച്ചുകൊണ്ട് ഞാൻ ഓടി. കാലുകൾക്ക് ഭാരം അനുഭവപ്പെട്ടു. ഞാൻ പള്ളിവളപ്പിനോട് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ആ കറുത്തിരിൻ്റെ രൂപത്തെ ഞാൻ വ്യക്തമായി കണ്ടു. ഭയപ്പാടോടെ ഞാൻ ലൂസിയെ വിളിച്ചു. ആ രൂപം തലയുയർത്തി എന്നെ നോക്കി. തീക്കട്ട പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ. പള്ളിയെ ചുറ്റി ഞാൻ ലൂസിയുടെ അടുത്തേക്ക് ചെന്നു. പള്ളിയുടെ മറവ് കാരണം 1-2 നിമിഷത്തേക്ക് എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഞാൻ അവളുടെ അരികിലെത്തിയപ്പോൾ ഇരിപ്പിടത്തിൽ ചാഞ്ഞു കിടക്കുകയാണ് ലൂസി. മറ്റു ജീവികളൊന്നും സമീപത്തുണ്ടായിരുന്നില്ല. അവൾ ഗാഠനിദ്രയിലായിരുന്നു. ശ്വാസം കഴിക്കാൻ വിഷമിക്കുന്നതായി തോന്നി. ഞാൻ അവളെ കുലുക്കി വിളിച്ചു. മഞ്ഞുപോലെ തണുത്തിരുന്നു അവളുടെ ശരീരം. എൻ്റെ ഷാളെടുത്ത് ഞാൻ അവളെ പുതപ്പിച്ചു. അവൾ സ്വയം എഴുന്നേറ്റ് നടക്കുകയില്ലെന്ന് എനിക്ക് തോന്നി. അവളെ താങ്ങിപ്പിടിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. ഞാൻ എൻ്റെ ഷാളെടുത്ത് ഒരു സേഫ്റ്റി പിൻ കൊണ്ട് അവളുടെ ശരീരത്ത് ചേർത്ത് കുത്തിപ്പിടിപ്പിച്ചു. എൻ്റെ ഷൂസ് ഊരി അവളുടെ കാലിൽ അണിയിച്ചു. അവളെയും താങ്ങിപ്പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു. കുറേ സമയത്തെ ശ്രമഫലമായി ലൂസി കണ്ണു തുറന്നെങ്കിലും അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ച ഭാവം അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. എൻ്റെ അശ്രദ്ധ കാരണം സേഫ്റ്റി പിൻ അവളുടെ കഴുത്തിൽ കൊണ്ടെന്ന് തോന്നുന്നു. കഴുത്തിൽ ചെറിയ 2 മുറിവുകൾ ഉണ്ടായി. തൊലി പൊട്ടിയതേയുള്ളൂ. എങ്കിലും അതെന്നെ ദുഃഖിതയാക്കി. ഒടുവിൽ അവളെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തി. മുറി അടച്ചുപൂട്ടി താക്കോൽ ഭദ്രമായി ഞാൻ സൂക്ഷിച്ചു വെച്ചു. ലൂസി സുഖമായി ഉറങ്ങി. അടുത്ത പകൽ കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി. അന്നു രാത്രിയിലും വാതിൽ ഭദ്രമായി അടച്ചുപൂട്ടി താക്കോൽ എൻ്റെ കൈവശം സൂക്ഷിക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചു. ഉറക്കത്തിൽ 1-2 പ്രാവശ്യം ലൂസി എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതാണ്. വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ ഉറക്കത്തിലാണെങ്കിലും അവൾ അസ്വസ്ഥയായി. എങ്കിലും അന്നവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞു. ഉണർന്നെഴുന്നേറ്റപ്പോൾ അവൾ കൂടുതൽ ഉന്മേഷവതിയായിരുന്നു. ആഗസ്റ്റ് 13. അർദ്ധരാത്രിയിൽ ഞാൻ ഞെട്ടിയുണർന്നു. ലൂസി കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്നതാണ് കണ്ടത്. അവൾ ജനലിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു. ജനൽപ്പാളി അല്പം തുറന്ന് ഞാൻ പുറത്തേക്ക് നോക്കി. പൂനിലാവിൽ പ്രകൃതി കുളിച്ചു നിൽക്കുന്നു. ഒരു കടവാവൽ ജനലിനരികിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ അത് ഭയന്നതുകൊണ്ടാകാം തുറമുഖത്തിന് നേർക്ക് പറന്നുപോയി. അവിടെ നിന്ന് പള്ളിവളപ്പിലേക്കും. ഓഗസ്റ്റ് 14. പകൽ പള്ളിവളപ്പിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇരിപ്പിടത്തിൽ വളരെ നേരം കഴിച്ചുകൂട്ടി. വൈകിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ലൂസിയുടെ അസാധാരണമായ ഒരു അഭിപ്രായ പ്രകടനം ഞാൻ ശ്രദ്ധിച്ചു. ലൂസി പറഞ്ഞു, അതാ അവൻ്റെ ചോരക്കണ്ണുകൾ വീണ്ടും. അത് അവൻ്റെ കണ്ണുകൾ തന്നെ. അവൾ പാതിമയക്കത്തിലാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ആകെ പരിഭ്രമിച്ചു. ഞങ്ങൾ സാധാരണ ഇരിക്കാറുള്ള ഇരിപ്പിടത്തിലേക്ക് നോക്കുകയാണ് ലൂസി. ഞാനും അങ്ങോട്ട് നോക്കി. കറുത്തിരുണ്ട ഒരു ഭീകര രൂപം, ജ്വലിക്കുന്ന ചോരക്കണ്ണുകൾ. ഞാൻ ഞെട്ടിപ്പോയി. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇരിപ്പിടം ശൂന്യമായിരിക്കുന്നതായി കണ്ടു. അവ്യക്തമായൊരു ഭീതി എനിക്കും അനുഭവപ്പെട്ടു. മുറിയിൽ തിരിച്ചെത്തിയ ലൂസി അതിവേഗം ഉറക്കത്തിലേക്ക് വഴുതി വീണു. ലൂസി ഉറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ അല്പം നടക്കാനിറങ്ങിയത്. തിരിച്ചെത്തിയപ്പോൾ വീടും പരിസരവും ചന്ദ്രികയിൽ കുളിച്ചു നിൽക്കുന്നു. ലൂസി ജനലിൻ്റെ അരികിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ എന്നെ അന്വേഷിക്കുകയാവാം. ഞാൻ തൂവാലയെടുത്ത് വീശി കാണിച്ചു. അതവൾ കണ്ടെന്ന് തോന്നിയില്ല. അവൾ ഉറക്കത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ജനലിൻ്റെ അരികിൽ അവളോട് ചേർന്ന് ഏതോ ഒരു രൂപം നിൽക്കുന്നുണ്ടോ? ഞാൻ ഭയന്നുപോയി. ധൃതിയിൽ അങ്ങോട്ടോടി.
മുറിയിലെത്തിയപ്പോൾ അവൾ കട്ടിലേക്ക് നടക്കുകയായിരുന്നു. അവൾ പിന്നീട് ശാന്തമായി ഉറങ്ങി. ഞാൻ അവളെ ഉണർത്തിയില്ല. പക്ഷേ പതിവിലേറെ അവൾ വിളർത്തിരിക്കുന്നതായി ഞാൻ കണ്ടു. ഓഗസ്റ്റ് 15. പതിവിലും വൈകിയാണ് ലൂസി എഴുന്നേറ്റത്. അവൾ ക്ഷീണം കൊണ്ട് തളർന്നിരുന്നു. ആർദ്രമായുള്ള വിവാഹം പെട്ടെന്ന് നടക്കുമെന്നറിഞ്ഞപ്പോൾ ലൂസിക്ക് വളരെയേറെ സന്തോഷം തോന്നി. അമ്മയുടെ മുഖത്തും സന്തോഷവും സങ്കടവും ഒപ്പം കാണാമായിരുന്നു. മകൾ തന്നെ വിട്ടു പോകുമല്ലോ എന്നോർത്തുള്ള ദുഃഖം. താമസിയാതെ ലൂസിക്ക് ഒരു രക്ഷാകർത്താവ് ഉണ്ടാകുമല്ലോ എന്നോർത്തപ്പോൾ സന്തോഷവും. അധികം വൈകാതെ താൻ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതായി ലൂസിയുടെ മാതാവ് എന്നെ ഓർമ്മിപ്പിച്ചു. അവരുടെ ഹൃദയം അത്രയേറെ തകർന്നു പോയിരിക്കുന്നു. ചെറിയൊരു ആഘാതം മതി അത് നിശ്ചലമാകുവാൻ. പക്ഷേ ഇക്കാര്യം ലൂസിയോട് പറയുകയില്ലെന്ന് അവർ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചു. ഓഗസ്റ്റ് 17. ജീവിതത്തെയാകെ ഒരു നിഷ്ക്രിയത്വം ബാധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദിവസങ്ങൾ അസ്വസ്ഥങ്ങളായി വരുന്നു. ജോനാഥൻ്റെ വിവരം ഒന്നുമില്ല. ലൂസിയുടെ ആരോഗ്യം ദിവസം പ്രതി ക്ഷയിച്ചു വരുന്നു. അവളുടെ അമ്മയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ലൂസിയുടെ കാര്യമാണ് ഏറെ കഷ്ടം. അവളുടെ രോഗകാരണം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. സേഫ്റ്റി പിൻ കൊണ്ട് തൊണ്ടയിൽ മുറിവുണ്ടായതുകൊണ്ടല്ലേ അവൾ രോഗിണിയായതെന്ന് ഞാൻ ആശിക്കുന്നു. ആ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഇനിയും കരിയുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം. ഓഗസ്റ്റ് 18. പള്ളിമുറ്റത്തെ ഇരിപ്പിടത്തിലാണ് ഞങ്ങൾ. ലൂസി സന്തോഷവതിയായിരിക്കുന്നു. കവിളുകളുടെ അരുണിമ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. അവൾ വാചാലയായി. ഞാൻ ചോദിച്ചു, അന്നു രാത്രി എന്തു പറ്റി? നീ സ്വപ്നം കണ്ടോ? ലൂസി മറുപടി പറഞ്ഞു, സ്വപ്നം കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. ഇതൊക്കെ സത്യമോ മിഥ്യയോ എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് നടന്നു എന്നാണ് എൻ്റെ ഓർമ്മ. വഴികൾ കടന്നുപോയത് അവ്യക്തമായി ഓർക്കുന്നു. നിരവധി നായ്ക്കളുടെ ഒരിടൽ കേട്ടു. എല്ലാം വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല. ഏതോ ഒരു കറുത്ത ജീവി എൻ്റെ അടുത്ത് കുനിഞ്ഞു നിന്നതായി ഞാൻ ഓർക്കുന്നു. വിവരിക്കാനാവാത്ത കടുത്ത ഒരു ആശ്ലേഷ സുഖം ഞാൻ അനുഭവിച്ചു. അത്യഗാധതയിലേക്ക് ആണ്ടുപോകുന്ന തോന്നൽ. പ്രാണൻ വേർപെട്ട് മുകളിലേക്ക് പറന്നുയരുന്ന മാതിരി. പിന്നെ എല്ലാം അവ്യക്തം. ഓർമ്മ വന്നപ്പോൾ നീ എന്നെ പിടിച്ച് കുലുക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞങ്ങൾ കുറേ നേരം പിന്നെയും സംസാരിച്ചു കൊണ്ടിരുന്നു. ആഗസ്റ്റ് 19. ഒടുവിലതാ ജോനാഥൻ്റെ വിവരം കിട്ടിയിരിക്കുന്നു. എൻ്റെ പ്രിയ തോഴൻ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന സിസ്റ്ററാണ് എഴുതിയത്. എനിക്ക് എത്രയും പെട്ടെന്ന് ജോനാഥൻ്റെ അടുത്തെത്തണം. അദ്ദേഹത്തെ ശുശ്രൂഷിക്കണം. യാത്രയ്ക്ക് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. സിസ്റ്റർ അഗതയുടെ കത്തിൽ നിന്ന് ജോനാഥന് കടുത്ത ആഘാതമേറ്റിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അബോധാവസ്ഥയിൽ ചെന്നായ്ക്കൾ, രക്തം, പ്രേതം, രക്തരക്ഷസ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞത്രേ. ക്ലോസൻബർഗിൽ നിന്നുള്ള തീവണ്ടിയിലാണ് അദ്ദേഹം ഇവിടെ വന്നത്. വീട്ടിലേക്കൊരു ടിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിലേക്ക് അദ്ദേഹം പാഞ്ഞു കയറുകയായിരുന്നത്രേ. ആൾ ഒരു ഇംഗ്ലീഷുകാരനാണെന്ന് മനസ്സിലാക്കി അവസാനത്തെ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റാണ് ജോനാഥന് നൽകിയത്.